ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്നത് രക്ഷ പ്രാപിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്. രക്ഷ പ്രാപിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ള ആശങ്കയിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പാപത്തിൽ നിന്നും രക്ഷ പ്രാപിപ്പാനല്ല, പിന്നെയോ രോഗത്തിൽ നിന്നും, അപകടത്തിൽ നിന്നും, ജീവിത പ്രതിസന്ധികളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും ഒക്കെയാണ് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. പാപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലണം. ദൈവത്തോട് കൂടുതൽ അടുക്കണമെങ്കിൽ നാം അവനെ എപ്പോഴും ഓർക്കണം. കർത്താവിനെ എപ്പോഴും ഓർക്കണമെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണമെങ്കിൽ നാം നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. നമ്മുടെ ജഡമോഹങ്ങളെ ക്രൂശിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ വീടിൻ്റെയും നമ്മുടെയും നായകനാക്കിയിരിക്കണം. നമ്മുടെ രക്ഷിതാവിനെ നമ്മുടെ നായകനാക്കണമെങ്കിൽ പൗലോസ്ലീഹ കാരാഗൃഹ പ്രമാണിയോട് പറഞ്ഞതായ കാര്യം നാം ഓർക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യത്തിൽ പ്രകാരം പറയുന്ന, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പൗലോസിനെ കാരാഗൃഹത്തിൽ ഇട്ട ശതാധിപൻ ചോദിക്കുന്നു, ഞാൻ രക്ഷ പ്രാപിക്കുവാൻ ആയിട്ട് എന്ത് ചെയ്യണം എന്ന്. ആ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ പൗലോസും ശീലാസും പ്രാർത്ഥനാ സ്ഥലത്ത് ചെന്നപ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ബാല്യക്കാരത്തി അവരെ എതിരേറ്റു ചെന്നു. അവൾ അവരെക്കുറിച്ച് വിളിച്ചു പറഞ്ഞത്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ, അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ എന്ന് അവൾ വിളിച്ചു പറഞ്ഞു. അവൾ ഇത് പല പ്രാവശ്യം, പല ദിവസങ്ങൾ, പല നാളുകൾ ചെയ്തു പോന്നു. പൗലോസ്ലീഹ അവളോട് ദയ തോന്നി അവളിൽ കുടിയിരിക്കുന്ന ഭൂതത്തോട് പറഞ്ഞു, അവളെ വിട്ടുപോക. ഭൂതം അവളെ വിട്ടുപോയതായി നാം മനസ്സിലാക്കുന്നു. വെളിച്ചപ്പാടത്തിയുടെ യജമാനന്മാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നതായ വരുമാനം അവളുടെ ഭൂതം പുറത്തായതോടെ ഇല്ലാതായി എന്ന് കണ്ടപ്പോൾ അവർക്ക് വളരെ അരിശം ഉണ്ടായി. അവർ ഇവരെ പിടിച്ചുകെട്ടി അധിപതികളുടെ മുമ്പിൽ നിർത്തി, ഇവർ നമ്മുടെ പട്ടണത്തെ കലക്കി എന്ന് ആരോപിച്ചു. റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ജനങ്ങളും പൗലോസിനും ശീലാസിനും എതിരായി പറഞ്ഞു തുടങ്ങി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ച് ഉരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പിക്കാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ചു കാരാഗൃഹത്തിൽ അടച്ചു. കാലുകൾ ആമത്തിലിട്ട് പൂട്ടി അകത്തെ തടവിൽ ആക്കി. നിഷ്കളങ്കരായ പൗലോസും ശീലാസും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവരെ ദൈവം സഹായിച്ചു. അപ്പോഴാണ് അവരുടെ ആ ആമങ്ങളും അവരുടെ ചങ്ങലകളും എല്ലാം വീണുപോവുകയും അവരുടെ ജയിലറ തുറക്കപ്പെട്ടതായും അവർ കണ്ടത്. എന്നാലും അവർ അവിടം വിട്ടു പോയില്ല എന്ന് അവർക്കറിയാമായിരുന്നെങ്കിലും ആ ജയിലിൻ്റെ അധിപതി, ആ കാരാഗൃഹ പ്രമാണി വിചാരിച്ചു, ഇവർ ഓടിപ്പോയി കാണുമെന്ന് വിചാരിച്ച് സ്വയം മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പൗലോസ്ലീഹ പറയുന്നത്, നീ അങ്ങനെ ഉള്ള അവിവേകമൊന്നും തന്നെ കാണിക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന്. ആ അവസരത്തിലാണ് അവൻ പറയുന്നത്, ഞാൻ രക്ഷ പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറയുന്ന വേദഭാഗമാണ് നമ്മൾ കേട്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 16:31. പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും.
എന്ന് യോശുവ പ്രവാചകൻ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. യഹോവ ചെയ്ത നന്മകൾ ഓരോന്നായി യോശുവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അവർ സത്യം ചെയ്ത് പറയുന്നത്, ഞങ്ങളും യഹോവയെ സേവിക്കും. 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യോശുവ അന്ന് ശേഖേമിൽ വെച്ച് ജനവുമായി ഒരു നിയമം ചെയ്തു. അതുപോലെ ഈ കാര്യം നിങ്ങൾ കേൾക്കുകയും മനസ്സിൽ സംഹരിക്കുകയും ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കും. ഈ തീരുമാനം പൂർണ്ണ മനസ്സോടെ എടുക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നതിൻ്റെ ദൈവമായി യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതുകൂടാതെ ഇതേ കാര്യം 9 പ്രാവശ്യം ആവർത്തന പുസ്തകത്തിൽ ആവർത്തിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിലേക്ക് നാം നോക്കുമ്പോൾ 22-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ കൈവിടുകയില്ല എന്നുള്ളതാണ്. രക്ഷ പ്രാപിപ്പാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ബാക്കിയുള്ള നമ്മുടെ ജീവിതം സന്തോഷമായി ജീവിച്ച് അനുഗ്രഹം പ്രാപിച്ച് അവങ്കിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും. അതിനായി നാം ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ പാപം ആണ് ഇല്ലാതാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, ദൈവമേ എനിക്ക് രോഗം തരരുത്, എൻ്റെ ദൈവമേ എൻ്റെ പട്ടിണി മാറ്റി തരണമേ, എൻ്റെ ദൈവമേ എന്നെ സമ്പന്നനാക്കണമേ, എൻ്റെ ദൈവമേ എൻ്റെ മക്കൾക്ക് ജോലി തരണമേ, എൻ്റെ മക്കളുടെ വിവാഹം നടക്കണമേ എന്നൊക്കെയുള്ള ആവലാതികളാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മൾ പാപരഹിതരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതായ ആ പരിശുദ്ധാത്മാവ് നമ്മളോട് നമ്മളെ ചെയ്യേണ്ട കാര്യം തക്ക സമയത്ത് നമ്മളെ ഓർമ്മിക്കുകയും അതിന് പ്രകാരം ഊർജ്ജസ്വലരായി നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ തന്നെ സ്വർഗസുഖം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ആ സ്വർഗസുഖം അനുഭവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുമ്പിലും ന്യായവിധി ഉണ്ടാകുകയില്ല. കാരണം നിങ്ങൾ നീതിമാന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതൊക്കെയും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തിരുവചനം ദിവസവും വായിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അങ്ങനെ തിരുവചനം വായിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും, സൽപ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കും, ദൈവത്തിന് ഹിതമായത് പ്രവർത്തിക്കുവാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ഏവർക്കും ദൈവം അവരുടെ കൂട്ടാളിയായി മാറും. അവരുടെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടും. അവനോടൊപ്പം അവൻ അത്താഴം കഴിക്കുവാൻ തയ്യാറാകും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ നാം നല്ല ഒരു കുടുംബ ജീവിതം, നല്ല ഒരു വ്യക്തി ജീവിതം, നാം സഭയ്ക്ക് വേണ്ടി നല്ല ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ, നാം സമൂഹത്തിന് വേണ്ടി നല്ലൊരു ജീവിതം നയിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. അതിനായി പ്രവർത്തിക്കത്തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. അതിനായിട്ട് നാം എപ്പോഴും പാടിക്കൊണ്ട് നടക്കേണ്ടതായ ഒരു പാട്ടുണ്ട്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. നന്ദി, നമസ്കാരം.